ചുവന്ന ഭൂമിയും ചുവന്ന ആകാശവും സ്വപ്നം കണ്ട് കറുത്ത കട്ടിക്കണ്ണടയിൽ കൂടി വിപ്ലവത്തിന്റെ കനലരിച്ച ഒരു സഖാവ് തന്റെ തൂലികയിൽ പടച്ചുവിട്ട പടയൊരുക്കത്തിൽ കേരള ചരിത്രം തന്നെ ചുവപ്പിനെ പ്രണയിച്ചതോർത്ത് വള്ളികുന്നത്തെ തോപ്പിലെ ഓർമ്മകളുടെ ശേഖരത്തിലിരുന്ന് പുഞ്ചിരിക്കുന്നുണ്ടാവും. വിപ്ലവത്തെ പ്രണയിച്ചൊരു കുറിയ മനുഷ്യൻ, തോപ്പിൽ ഭാസി. ആലപ്പുഴയുടെ മണ്ണിൽ പച്ച തീർത്തൊരു നാട്, അതായിരുന്നു ഭാസിയുടെ വള്ളികുന്നം ഗ്രാമം. തെങ്ങിൻ തലപ്പുകളും കുന്നിൻപുറങ്ങളും നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളും, ഇവയ്ക്കെല്ലാം പുറമെ ഇല്ലമുറിയെ അധ്വാനിക്കുന്ന കർഷകരും. വള്ളികുന്നത്തിന്റെ ഈ ചിത്രത്തിൽ മുങ്ങി നിവർന്ന ജീവിതമായിരുന്നു ഭാസിയുടേത്. ആയിരത്തി 1980 അച്ഛൻ്റെ കാല് പ്രമേഹം മൂർച്ഛിച്ചിട്ട് ഇടതുകാൽ മുറിച്ചു മാറ്റുന്നത്. അതിനുശേഷമാണ് അച്ഛനെ ഞങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ കാണാൻ കിട്ടുന്നതും. അന്ന് കാല് മുറിച്ചതിന് ശേഷവും നാടകരംഗത്തും പ്രൊഡ്യൂസർമാർ തിരക്കി വരുന്ന സിനിമകൾക്കും അച്ഛൻ എഴുതി കൊടുക്കുമായിരുന്നു. കാല് മുറിച്ചതിന് ശേഷം നാടകരംഗത്താണ് കൂടുതൽ സജീവമായി നിന്നത്. അച്ഛൻ്റെ തിരക്കൊഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഏതാണ്ട് മുതിർന്ന അവസ്ഥയിലെത്തിയിരുന്നു. ചേച്ചിയുടെ മക്കളായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരെന്ന് പറയാം. അവരുമായിട്ടുള്ള കളിയും ചിരിയും എല്ലാം സന്തോഷത്തോടെയുള്ള ഒരു ജീവിതമായിരുന്നു. പിന്നെ 1992 അച്ഛൻ ഞങ്ങളെ വിട്ടു പിരിയുന്നത്. അതിനുശേഷം ഏതാണ്ട് 23 വർഷത്തോളമായിരിക്കുന്നു. കേരള നിയമസഭയിലേക്ക് 2 തവണ അച്ഛൻ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതിൽ. അപ്പം ഒരു സിനിമാകാരൻ, രാഷ്ട്രീയകാരൻ, പിന്നെ നാടകകാരൻ, അങ്ങനെ പല രംഗങ്ങളിലും അച്ഛൻ തിരക്കിലായിരുന്നു ആ സമയങ്ങളിലൊക്കെ. അച്ഛൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നിങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അതിൽ ഒരു അനുഭവം എൻ്റെ പറയുകയാണെങ്കിൽ, ഞാൻ ഡിഗ്രി MA കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത്, ഇടതുപക്ഷ മന്ത്രിസഭയായിരുന്നു അന്ന് അധികാരത്തിൽ. അച്ഛൻ അറിയാതെ ഒരു ജോലിക്ക് വേണ്ടിയുള്ള എൻ്റെ ഇത് കാരണം അച്ഛൻ അറിയാതെ ഞാൻ അന്ന് ഇടതുപക്ഷത്തിലെ ഒരു മന്ത്രിയെ കാണാൻ പോയി. അദ്ദേഹം തോപ്പിൽ ഭാസിയുടെ മകനാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ചത്, ഭാസി അറിഞ്ഞുകൊണ്ടാണോ നീ ഇവിടേക്ക് വന്നതെന്നാണ്. അപ്പൊ ഞാനാകെ ഇതായിപ്പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കപ്പോഴാണ് മനസ്സിലായത്. കാരണം അച്ഛൻ്റെ പേര് ചീത്തയാക്കി എനിക്കൊരു ജോലി വേണ്ട എന്ന് ഞാൻ അന്ന് തീരുമാനിച്ചു. ഞാൻ പിന്നെ എൻ്റെ തൊഴിൽ സ്വയം കണ്ടെത്തുകയായിരുന്നു. ഏതൊരാഘോഷത്തിനും നാടകം പതിവായിരുന്ന വള്ളികുന്നത്തിന്റെ ശ്വാസം തോപ്പിൽ ഭാസിയുടെ രാഷ്ട്രീയ ചിന്തകളുമായി കൂടിക്കലർന്നിരുന്നു. ചെറുപ്പത്തിലെ ആകർഷിച്ച അരങ്ങിന്റെ മാന്ത്രികത ഭാസിയുടെ ഉള്ളിലെ എഴുത്തുകാരന്റെ പിറവിക്കുള്ള സാഹചര്യത്തിനായി കാത്തിരുന്നു. ശൂരനാട് കലാപമാണ് തോപ്പിൽ ഭാസിയിലെ വിപ്ലവകാരിയെ പ്രസിദ്ധനാക്കിയത്. ഭൂ ഉടമകൾക്കെതിരെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചു നടത്തിയ വിപ്ലവ സമരത്തിന്റെ ഫലമായി ഉണ്ടായ ശൂരനാട് കേസിൽ കുടുങ്ങി ഒളിവിലായിരുന്ന സമയത്താണ് കേരളക്കരയാകെ ഇളക്കിമറിച്ച നാടക സാഹിത്യത്തിൽ പുത്തൻ ഉദയം കൊണ്ടുവന്ന കേരളീയ രാഷ്ട്രീയത്തിൽ ചുവപ്പിനെ മിന്നിച്ച നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അദ്ദേഹം രചിക്കുന്നത്. ദിവാൻ ഭരണത്തിനും രാജവാഴ്ചയ്ക്കും എതിരായി പ്രതിഷേധ യോഗം കൂടി. ഞങ്ങൾ സ്കൂൾ കുട്ടികളെല്ലാം സ്ട്രൈക്ക് ചെയ്ത്, പെരുവാറ്റ സ്കൂളിൽ പഠിക്കുമായിരുന്നു ഞാൻ. ഞങ്ങളെല്ലാം കൂടെ പായിപ്പാട്ട് ആദ്യന്റെ നടുക്ക് വെച്ച് പ്രതിഷേധ യോഗം കൂടി.
ആ യോഗത്തിൽ പങ്കെടുക്കാൻ ഞാനും കൂട്ടുകാരും പിള്ളേരും എല്ലാവരും കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ മേശപ്പുറത്ത് കയറി നിന്നൊരു കുറുകിയ മനുഷ്യൻ പുനഃപ്പറയും വെടിവെപ്പിച്ചില്ലേ ഓ സർക്കാർ എന്നും പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യവും വിളിച്ച് പ്രസംഗിക്കുന്നു. ആ പ്രസംഗം എൻ്റെ ഹൃദയത്തിലങ്ങ് പതിഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ തോപ്പിൽ ഭാസിയെ കാണുന്നത്. തോപ്പിൽ ഭാസി കാണുന്നൊന്നും എനിക്കറിഞ്ഞില്ല. അങ്ങനെ അവിടെ ആ മീറ്റിംഗ് വെച്ചാണ് കാണുന്നത്. ആ മീറ്റിംഗും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ പറ്റി വർണ്ണിക്കുമായിരുന്നു. വീട്ടിൽ വന്ന് എന്റെ ജോലി എല്ലാവരോടെ ആ പ്രസംഗത്തെ പറ്റി പറഞ്ഞ് കഴിയുമായിരുന്നു. അത്രയ്ക്ക് എനിക്ക് അന്നേ എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ 2-3 വർഷം കഴിഞ്ഞാണ് കല്യാണം. ചൂരനാട്ട് കേസിൽ പ്രതിയായി ഒളിവിൽ കഴിയുമ്പോഴാണ് അദ്ദേഹം എന്നെ കല്യാണം ആലോചിച്ചിട്ട് വന്നത്. എൻ്റെ അമ്മാവൻ ശങ്കരനാരായണ തമ്പിയും ആ കേസിൽ പ്രതിയായിരുന്നു. 1924 ഏപ്രിൽ 8 പരമേശ്വര പിള്ളയുടെയും നാണിക്കുട്ടി അമ്മയുടെയും മകനായി തോപ്പിൽ ഭാസി ജനിച്ചു. വൈദ്യകലാനിധി പരീക്ഷയിൽ 1ാം റാങ്കോടെ ജയിക്കുന്നതിനും മുന്നേ തന്നെ ചങ്ങൻകുളങ്ങര സ്കൂൾ പഠനകാലത്തെ അദ്ദേഹത്തിൽ രാഷ്ട്രീയ ചിന്ത ഉണർന്നിരുന്നു. അധ്വാനിക്കുന്നവന്റെ വിയർപ്പിന്റെ വിപ്ലവമായിരുന്നു ഭാസിയുടേത്. ഒരുപക്ഷെ ചിന്തയിൽ പോലും ചേർത്തു വെക്കുവാനാവാത്ത സാഹിത്യത്തെയും രാഷ്ട്രീയത്തെയും ഒരു നൂലിൽ കോർക്കുവാനുള്ള ആരംഭമായിരുന്നു അത്. ഞാനത് 8ാം ക്ലാസ്സിൽ പഠിക്കുക. കഴിവാറ്റായിരുന്നു. പഠിത്തമൊക്കെ നിർത്തി വീട്ടിലെ കാര്യങ്ങളും നോക്കി എല്ലാവരും ഒളിവിലും ജയിലിലും ഒക്കെയാ. അമ്മാവന്മാരും അണ്ണന്മാരും കുഞ്ഞമ്മമാരും സുഭദ്രാമ്മ തങ്കച്ചി രാധമ്മ തങ്കച്ചി എല്ലാം ഒളിവിൽ ജയിലിലും ഒക്കെയായിരുന്നു. അങ്ങനെ ആരും വീട്ടിലില്ല. പിന്നെ വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതൊക്കെ ഞാനായിരുന്നു. എനിക്കന്ന് 13 വയസ്സാ പ്രായം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സഹാക്കളെല്ലാം അവിടെ വലിയ നിരയും പെരയും അറയൊക്കെയാ കുടുംബത്ത് പാണ്ഡവത്ത്. അവിടെ ആ അടക്കകത്തൊക്കെയാ ഇവരെ ഒളിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോ ഇവർക്ക് കാപ്പിയോ മറ്റോ കൊണ്ട് കൊടുത്തേച്ചിങ്ങോട്ട് പോരുന്ന കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞൊരു സഖാവ് ആണ് തോപ്പിൽ ഭാസിയോട് ചോദിക്കുന്നത്, എടൂ തനിക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കാനൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ എൻ്റെ ഗുണഘടങ്ങളെല്ലാം വർണ്ണിച്ച് എൻ ശ്രീധരൻ പറഞ്ഞ് ഒരു താല്പര്യം തോപ്പിൽ ഭാസിക്ക് തോന്നി. അങ്ങനെയാണ് കല്യാണാലോചന വരുന്നത്. എനിക്കന്ന് 13 വയസ്സാ പ്രായം. പിന്നെ 2 വർഷം കഴിഞ്ഞാണ് കല്യാണം കഴിഞ്ഞത്. അമ്മാവനാണ് ആലോചനയും കൊണ്ടുവന്നത്. ശങ്കരനാരായണൻ തമ്പി വന്ന് അപ്പൂപ്പനോടെയും അമ്മൂമ്മയോടെയും അമ്മയോടെയും ഒക്കെ ചോദിച്ച് അനുവാദം വാങ്ങിച്ച് അച്ഛനോട് ഈ കാര്യം പറഞ്ഞതേയില്ല. കാരണം അദ്ദേഹം ഇതിനൊക്കെ എതിരായിരുന്നു എൻ്റെ അച്ഛൻ. അത് കാരണം അച്ഛനോട് ഈ കല്യാണക്കാര്യം പറഞ്ഞതേ. അങ്ങനെയാണ് കല്യാണം ആലോചിച്ചതും നടത്തിയതും. അപ്പം എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് കുടുംബത്തിനപ്പുറത്ത് അപ്പൂപ്പന് അമ്മയ്ക്കൊരു വീടോട്ടാക്കി കൊടുത്തു. അവിടെ ഒരു കിണർ കൊടുത്തു. അതിൻ്റെ ഭൂതകൂട്ടെന്നും പറഞ്ഞുകൊണ്ട് പകല് പട്ടന്മാരെയൊക്കെ കൊണ്ടുവന്ന് അപ്പൂപ്പനെ കൊണ്ടുവന്ന് വലിയ സദ്യ നടത്തി. കിണറിൻ്റെ ഭൂതകൂട്ടാണ്. പകലെല്ലാവരെയും വിളിച്ച് വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ച് സദ്യയൊക്കെ കൊടുത്ത് രാത്രിയിലാണ് കല്യാണം.
കേരള നാടക ചരിത്രത്തിന്റെ വഴികളിൽ അപ്രതീക്ഷിതമായ ഒരു ചുവടുവയ്പായിരുന്നു തോപ്പിൽ ഭാസി നടത്തിയത്. KPAC പ്രയാണത്തിൽ ഒരു കുതിപ്പ് തന്നെയായിരുന്നു ഈ നാടകം. അരങ്ങിൽ നിന്നും അരങ്ങിലേക്ക് യാത്ര തുടർന്ന് 7000-ഓളം വേദികൾ പിന്നിട്ടപ്പോൾ ഭാസി തന്നെ ഇത് സിനിമയുമാക്കി. മണ്ണിന്റെ മണവും മനുഷ്യന്റെ ജീവിതവും ഒപ്പിയെടുത്ത നാടകമായിരുന്നു ഇത്. നാടകത്തിനൊടുവിൽ കേന്ദ്ര കഥാപാത്രമായ പരമുപിള്ള പറയുന്ന "ആ കൊടിയിങ്ങുതാ, ഞാനൊന്ന് പിടിക്കട്ടെ" എന്ന വാക്യം മലയാളക്കര നെഞ്ചേറ്റി എന്ന് തന്നെ പറയാം. കേരളമാകെ ഉയർന്നു പൊങ്ങിയ ചെങ്കൊടികൾ ഇതിന്റെ ബാക്കി പത്രമല്ലാതെ മറ്റെന്താണ്? എന്റെ കുട്ടിക്കാലത്ത് 4-5 മാസം കൂടിയിരുന്ന് വീട്ടിലെത്തുന്ന ഒരു അതിഥിയായിരുന്നു എന്റെ അച്ഛൻ. അന്ന് അച്ഛന്റെ ഏതെങ്കിലും ഒരു പടത്തിന്റെ റിലീസിങ് ആയിരിക്കും. അന്ന് തന്നെ അമ്മയും മക്കളും ഞങ്ങളെല്ലാവരും കൂടി ഒത്ത് സിനിമയ്ക്ക് പോവുകയും പുറത്തുനിന്ന് ഭക്ഷണം, നല്ലൊരു യാത്ര, ഇതൊക്കെയായിരുന്നു. എപ്പോഴും നല്ല സന്തോഷം മാത്രം തന്നിട്ടുള്ള ഒരു അച്ഛനാണ്. അച്ഛൻ മദ്രാസിൽ നിന്ന് എനിക്ക് കത്തുകൾ അയക്കുമായിരുന്നു. ഇപ്പം ഞാൻ നീട്ടിയുള്ള കത്തുകൾ അയക്കും. അച്ഛന്റെ മറുപടി ഇതുപോലെ നീട്ടി നിനക്ക് മറ്റു പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നീട്ടി എഴുതാനൊക്കും, അച്ഛന് ഇത്രയും എഴുതണമെങ്കിൽ മിനിമം 1000 രൂപയെങ്കിലും തന്നെങ്കിലേ പറ്റൂന്ന് പറയും. അങ്ങനെ ഒരു കുഞ്ഞിനോടുള്ള വാത്സല്യമായിരുന്നു എന്നോട്. എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു അച്ഛന് ഇഷ്ടം. അക്കാരണത്താൽ തന്നെ എന്റെ അപ്പച്ചിയുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ഈ വീട്ടിൽ തന്നെ താമസിപ്പിക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് 2 കുട്ടികളുണ്ട്, ശബ്നം, ചിത്ര. എന്റെ മൂത്ത മകൾ ശബ്നം ജനിക്കുന്ന സമയത്ത് അച്ഛൻ തിരക്കായ ഒരു സംവിധായകനായിരുന്നു. ആ സമയത്തും അച്ഛൻ കുഞ്ഞിനെ കാണാൻ ഓടിയെത്തി. അപ്പൂപ്പനായതിന്റെ സന്തോഷം വളരെയധികം അച്ഛൻ ആസ്വദിച്ചു. ഇപ്പോൾ ഞാനൊരു അമ്മൂമ്മയും കൂടിയാണ്. എനിക്ക് വിജയ്, വേണി എന്ന 2 കൊച്ചുമക്കളും ഉണ്ട്. അവരിപ്പോൾ ഷാർജയിലാണ്. കുട്ടിക്കാലത്ത് എന്നെ സൈക്കിളിന്റെ മുന്നിലിരുത്തി KPAC കൊണ്ടുപോവുകയും അവിടെ എന്നെ ഡാൻസും പാട്ടും ഒക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് ശ്രീകൃഷ്ണ സ്റ്റുഡിയോയിൽ പോയി എന്നെ മടിയിലിരുത്തി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കൊച്ചുമക്കളൊക്കെ ആയതിനു ശേഷം അച്ഛൻ വളരെ സന്തോഷവാനായിരുന്നു. എപ്പോഴും പറയും, കൊച്ചുമക്കൾ എന്റെ ഒരു ദൗർബല്യമാണെന്ന് അച്ഛൻ പറയുമായിരുന്നു. എന്നും KPAC പോയി നാടക റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കൊച്ചുമക്കളും ഒത്ത് റൂമില് എല്ലാവരോടൊരു ചിരിയും കളിയും ബഹളവും ആകപ്പാടെ ഒരു സന്തോഷം നിറഞ്ഞ ദിനങ്ങൾ തന്നെയായിരുന്നു. ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു ആ സമയത്ത്. ഈ നാളുകൾ അത്രയും തോപ്പിൽ ഭാസി ഒളിവിലായിരുന്നു. പന്തളം കൊട്ടാരത്തിലുമൊക്കെയായി അദ്ദേഹം ഒളിവിൽ താമസിച്ചു. സഹധർമ്മിണി അമ്മണിയുടെ ഓർമ്മകളിൽ പോലും ഒളിവിൽ നിന്നുമെത്തി വിവാഹം ചെയ്ത് ഒരക്ഷരം പോലും ഉരിയാടാതെ തിരികെ ഒളിവിലേക്ക് തന്നെ പോയ ഭാസിയുടെ ചിത്രമാണ്. 4 വർഷത്തെ ഒളിവ് ജീവിതം ഭാസിയെ പാകപ്പെടുത്തുകയായിരുന്നു. മുടിയനായ പുത്രൻ, സർവേക്കല്ല്, യുദ്ധകാന്ഡം, ശരശയ്യ, മൃച്ഛഗഡികം, പാഞ്ചാലി, കയ്യും തലയും പുറത്തിടരുത്, പുതിയ ആകാശം പുതിയ ഭൂമി തുടങ്ങി അദ്ദേഹത്തിന്റെ തൂലികയിൽ നാടകങ്ങളുടെ പിറവിയായിരുന്നു പിന്നീട്. കല്യാണത്തിന് ശേഷം കല്യാണം താലി കെട്ടി അപ്പോഴേ സ്ഥലം വിട്ടു. ഒളിവിലിരിക്കുമല്ലയോ. ഇവരിനായിട്ട് ദേശീയപ്രതിയായിട്ട് ഒളിവിൽ കഴിയുമ്പോഴാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിഞ്ഞ് പിന്നെ സഹാക്കളെല്ലാം അപ്പോഴേ ധൃതി വെച്ച് പോണം, ഇനി ഒരു നിമിഷം കൂടെ നിൽക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ പറഞ്ഞു, എന്റെ കല്യാണവുമായിട്ട് എനിക്ക് ഒരു പിടി ചോറുണ്ടാതെ വരാനൊക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയുടെ അപ്പുറത്തെ തളത്തിൽ ചേർന്ന് അമ്മൂമ്മ ചോറ് വിളമ്പി കൊടുത്ത് ഇദ്ദേഹം ഉണ്ടേച്ച് അപ്പോഴേ സ്ഥലം വിട്ടു. അങ്ങനായിരുന്നു എന്റെ കല്യാണം. അതെല്ലാം കഴിഞ്ഞ് കേസ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്ന് കേസെല്ലാം പോയി വെറുതെ വിട്ട്
ആള് പുറത്ത് വന്നു. ഒളിവിലിരിക്കുമ്പോഴായിരുന്നില്ല എൻ്റെ കല്യാണം. കേസെല്ലാം പിൻവലിച്ച് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ വന്നതിന് ശേഷമാണ് ഇദ്ദേഹം പുറത്തു വരുന്നത്. പിന്നെ ഇങ്ങോട്ട് ഫുൾ ടൈം വർക്കറ APSCക്ക് വേണ്ടി ആദ്യം ഒളിവിലിരുന്നുകൊണ്ട് എഴുതിയതാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം. അതുമുതൽ ഇങ്ങോട്ട് 19 നാടകം എഴുതിയിട്ടുണ്ട്. എല്ലാം KPSC അവതരിപ്പിച്ചിട്ടുകൊണ്ട് വൻ വിജയവുമായിരുന്നു. ഇപ്പോഴും ആ നാടകങ്ങൾ KPSC അവതരിപ്പിക്കുന്നുണ്ട്. വെളിയിലിറങ്ങിയതിന് ശേഷം സിനിമ ആയിരുന്നു. ആദ്യം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം സിനിമയാക്കി. പിന്നെ ഇങ്ങോട്ട് 19 നാടകം എഴുതി, എല്ലാ സിനിമയാക്കി. വൻ വിജയവുമായിരുന്നു. അങ്ങ് സ്ഥിരം മദ്രാസിലായിരുന്നു. ഏറ്റവും കൂടുതൽ തിരക്കഥ എഴുതിയതിനുള്ള അവാർഡ് വരെ കിട്ടി ഇദ്ദേഹത്തിന്. അത്ര മെടുക്കനായിരുന്ന ആള്. ആ കൂട്ടത്തിൽ രാഷ്ട്രീയവും പ്രസംഗവും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഒന്നാമനായിരുന്നു. സിനിമയായിരുന്നു തോപ്പിൽ ഭാസിയുടെ രണ്ടാം സർഗമേഖല. മുടിയനായ പുത്രൻ തിരക്കഥയാക്കിക്കൊണ്ട് 1961 അദ്ദേഹം സിനിമയിലേക്ക് ചേക്കേറി. അത് വിജയിച്ചതോടെ അദ്ദേഹത്തിന്റെ 11 നാടകങ്ങൾ തുടർച്ചയായി സിനിമയായി. പിന്നീട് സിനിമയുടെ വസന്തകാലമായിരുന്നു. 100-ലധികം സിനിമകൾക്ക് തിരക്കഥ എഴുതുകയും 16ഓളം ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്ത് ഭാസി മലയാള സിനിമയ്ക്ക് ഒരു നല്ല കാലം സമ്മാനിച്ചു. വിപ്ലവത്തിന്റെ ആഴങ്ങളിൽ കുരുത്ത് തൂലികയിൽ അഗ്നി പടർത്തിയ ആ എഴുത്തുകാരന്റെ എന്നത്തെയും സമ്മാനം ഒളിവിലെ ഓർമ്മകളായിരുന്നു. ഭാസിയുടെ ഓർമ്മകളിൽ ഇങ്ങനെ വായിക്കാം: ഞാനൊരു വൈദ്യനാകാൻ ശ്രമിച്ചു. ഞാനൊരു വിപ്ലവകാരിയായി. ഞാനൊരുത്തിയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചു. മറ്റൊരുത്തി എന്നെ പ്രേമിച്ചു. വേറൊരുവളെ വിവാഹം കഴിച്ചു. എന്റെ പെണ്ണ് എന്നെ വിചാരിച്ചും ഞാൻ എന്റെ പെണ്ണിനെ വിചാരിച്ചും ധാരധാരയായി കണ്ണീരൊഴുക്കി. ഞാനും മരണവും ഒപ്പമൊപ്പം മത്സരിച്ചോടുകയുണ്ടായി. 2 കൊല്ലം. ഒരു കോഴിയെ കൊല്ലുന്നത് കണ്ടാൽ കണ്ണടച്ചു കളയുന്ന ഞാൻ കൊല്ലാനും ചാകാനുമായി കടാരയും കൊണ്ട് നടന്നു. ഇടത് കൈയിൽ കടാര വെച്ചുകൊണ്ട് വലത് കൈ കൊണ്ട് ഞാൻ കഥയും നാടകവും എഴുതി. ഞാൻ പോലും വിചാരിച്ചില്ല ഞാൻ എഴുതുമെന്ന്. എന്തെന്ത് വൈരുദ്ധ്യങ്ങൾ! ഒളിവിലിരുന്നുണ്ടായിരുന്നല്ലോ കല്യാണം. അത് കഴിഞ്ഞ് 10-15 ദിവസം കഴിഞ്ഞാണ് പിന്നെ എൻ്റെ അമ്മാവൻ രാജശേഖരൻ തമ്പിയും 2-3 പാർട്ടി സഖാക്കളും എല്ലാം കൂടെ വന്ന് എന്നെ രാവിന്റെ തോപ്പിൽ ഭാസിയുടെ നിർദ്ദേശപ്രകാരമാ പന്തളത്ത് കൊട്ടാരത്തി തോപ്പിൽ ഭാസിയായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യം ഒളിവിലിരിക്കെ വലിയോ. അങ്ങനെ പന്തളത്ത് കൊട്ടാരത്തില്ല ആദ്യം ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അപ്പം പിന്നെ കൊടുങ്ങല്ലൂർ കൊട്ടാരത്തിലെ ഒരു തമ്പരാട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ എന്നെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത്. അങ്ങനെയാണ് അവിടെ വെച്ച് ഒരാഴ്ച അവിടെ താമസിച്ചു. ഇദ്ദേഹത്തെ എവിടെ ചെന്നാലും അവിടുത്തെ ആളാ. പിന്നെ പത്തനംതിട്ട ആദ്യം തടക്കാവ് നിയോജക മണ്ഡലത്തിൽ നിന്ന് വൻപിച്ച 43,000 ശിഷ്ട വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി പാസ്സായി. പിന്നെ 2 തവണ MLA ആയി. പിന്നെ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ നിന്ന് അത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചു. അങ്ങനെ 2 പ്രാവശ്യം MLA ആയി. എവിടെ ചെന്നാലും അവിടുത്തെ ആളാണ്. തോപ്പിൽ ഭാസിയെ കണ്ണിലുണ്ണിയെ പോലാണ് ആളുകൾ സ്നേഹിച്ചത്.
എഴുതുമെന്ന് പോലും വിചാരിക്കാതെ എഴുതി നിറച്ചൊരു ജീവിതം, അതായിരുന്നു തോപ്പിൽ ഭാസിയുടേത്. അവസാന കാലങ്ങളിൽ മുറിച്ചു മാറ്റപ്പെട്ട കാലിന്റെ ശൂന്യതയോ അവശത കൂട്ടുപിടിച്ച ഹൃദയമോ തോപ്പിൽ ഭാസിയുടെ ചിത്രങ്ങളിൽ ഒരു മലയാളിയും ഓർമ്മിക്കില്ല. അത്ര ഉറച്ച ശബ്ദമാണ് തോപ്പിൽ ഭാസി. വള്ളികുന്നത്തെ തോപ്പിൽ വീട്ടിൽ സന്ദർശകർ എത്തുമ്പോൾ അമ്മണി എന്നോ നീട്ടി വിളിക്കുന്ന ശബ്ദം ഇന്നിവിടെ കേൾക്കാനില്ല. അച്ഛൻ 2 നാടകങ്ങളുടെ തിരക്കുകളിലായിരുന്നു. ആ സമയത്ത് എന്റെ മക്കളെയും കൊണ്ട് KPS ൽ ഡാൻസ് പഠിപ്പിക്കാൻ അച്ഛൻ തന്നെ കൊണ്ടുപോകും. കൂടെ ഒപ്പം ഞാനും പോയിരുന്നു. അന്നൊരു ദിവസം നാടകങ്ങളുടെ തിരക്കുകൾ കാരണം മോള് മക്കളെയും കൊണ്ടങ്ങ് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആയപ്പം എന്റെ കൊച്ചുമകൾ ചിത്ര പറ്റത്തില്ല, അപ്പൂപ്പൻ വന്നെങ്കിലേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് നിർബന്ധം പിടിച്ചു. അച്ഛൻ ഞങ്ങളോടൊപ്പം ആ സമയത്ത് വന്നില്ലെങ്കിലും കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുഞ്ഞ് പറഞ്ഞത് കാരണം അച്ഛന് വരാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ രാത്രിയായപ്പം വന്നു കഴിഞ്ഞിട്ട് അന്ന് ബാബറി മസ്ജിദ് പൊളിച്ചതിന്റെ ആ ദിവസമായിരുന്നു ഡിസംബർ 7-ാം തീയതി വൈകിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞ് രാത്രി സന്തോഷമായിട്ടൊക്കെ ഇരുന്നു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അച്ഛന് അസ്വസ്ഥനായിരുന്നു. അപ്പം ഈ ബാബറി മസ്ജിദ് പൊളിച്ചതിന്റെ ആ ഒരു ടെൻഷൻ ആയിരിക്കും എന്നാണ് ഞങ്ങളൊക്കെ ധരിച്ചത്. പക്ഷെ അച്ഛന് അസുഖത്തിന്റെ ഇതായിരുന്നു. അത് അച്ഛനും മനസ്സിലായില്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ വെച്ച് തന്നെയാണ് ബന്ധും കൂടെ ആയിരുന്നു അന്ന്. ബന്ധായത് കാരണം വാഹനം കിട്ടിയില്ല ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് താമസിച്ചു പോയി. ഇവിടുന്ന് കൊണ്ടുപോകും വഴി തന്നെ മരിച്ചു എന്നാണ് അറിഞ്ഞത്. ഒരു വല്ലാത്ത ഷോക്കായി പോയി. ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെയാണ് ഡിസംബർ 8 അദ്ദേഹം വിട പറഞ്ഞു. ഒരു കാലഘട്ടത്തിന്റെയും ഒരു പ്രസ്ഥാനത്തിന്റെയും തീക്കാലത്തിന്റെയും ഓർമ്മകൾ കറുത്തൊരു കട്ടിക്കണ്ണടയുമായി അവിടിവിടെ ഇപ്പോഴും ഓർമ്മകളായി അവശേഷിക്കുന്നു. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുഴക്കമായി.